Hello, good morning. Okay, so yesterday we did a classification problem using the MNIST fashion dataset. So അതിൽ എന്തെങ്കിലും doubt ഉണ്ടോ? And have you tried anything apart from that, or any updation or implementation or improvement of the same model? എന്തെങ്കിലും ചെയ്തിരുന്നോ? And if you have any doubts or anything, maybe let's discuss for 5 to 10 minutes and we'll move to the next model. Okay, ഞാൻ അതുപോലെ ഈ ഡോക്യുമെന്റ് ഈ നോട്ട്ബുക്ക് ഐ ഹാവ് ഓൾറെഡി ഷെയർഡ് വിത്ത് യു ത്രൂ മെയിൽ. നമ്മളെന്നൊരു റിഗ്രഷൻ പ്രോബ്ലം ആണ് ലുക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് ചെയ്തത്. സെൻഡ് ചെയ്യാൻ വിട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കാം. Yes, it's shared, right? Yes, ചെയ്തിട്ടുണ്ട്. So let's wait for everyone to join and start. So projects in കാര്യത്തിലൊക്കെ എന്തെങ്കിലും doubts ഉണ്ടോ? Like എല്ലാവരും join ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്. So if you have anything related to all those other stuffs, maybe right now we can talk, we can discuss. And plus ഇന്നലത്തെ classification model എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ അതും. And അതൊന്ന് conclude ചെയ്തിട്ട് we will move to the regression. മോർണിംഗ് ക്രിസ്റ്റി. മോർണിംഗ് ക്രിസ്റ്റി, ഞാനൊരു മാസ്ക് ഡിറ്റക്ഷൻ്റെ ഒരെണ്ണം ചെയ്ത് നോക്കിയിരുന്നേ. അപ്പോ എന്തിന്റെ ചെയ്ത് കിട്ടില്ല. മാസ്ക് RCN ആണോ? മാസ്ക് ഡിറ്റക്ഷൻ. അപ്പോ അതില് ചില സമയത്ത് ശരിക്കും പക്കയായിട്ട് ഇത് ഡിറ്റക്ട് ആവുന്നുണ്ട്. പക്ഷെ ഈ ഡിസ്റ്റൻസ് മാറുമ്പോഴും ലൈറ്റിങ്ങിന്റെ ഇത് മാറുമ്പോഴും അത് കംപ്ലീറ്റ് വർക്ക് ആവാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ, അതില് എങ്ങനെയാ ഹാർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാ നമ്മൾ തന്നെ ചെയ്യണോ ചെയ്തേ? അത് കാസ്കേഡിന്റെ ഇത് വെച്ചിട്ട് അല്ല, ഞാൻ ചോദിച്ചത് ഓൾറെഡി മാസ്കിന്റെ ഹാർഡ് ഫയൽ അവൈലബിൾ ആണോ അതോ? അല്ല, അത് ഉണ്ടാക്കിയതാണ്. അത് എനിക്കൊന്ന് ഉണ്ടാക്കുന്ന ആ സമയത്ത് നമ്മൾ വെറൈറ്റീസ് ക്യാപ്ചർ ചെയ്യുന്നതിന്റെ അകത്ത് ഒരു ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ സിമിലർ മാസ്ക് മാത്രമാണ് ക്യാപ്ചർ ചെയ്തതെങ്കിൽ അത് എത്ര ഇമേജ് യൂസ് ചെയ്തു കാസ്കേഡ് ഫയൽ ഉണ്ടാക്കാൻ? 50 പോസിറ്റീവ് 100 നെഗറ്റീവ്. 50 പോസിറ്റീവ് 100 നെഗറ്റീവ്. മേ ബി അവിടെ കുറച്ചുകൂടെ അനോമലസ് ആയിട്ടുള്ള കുറച്ച് വേരിയേഷൻ കൂടിയ ഇമേജ് കൂടെ ഒന്ന് കാസ്കേഡ് ഫയലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവുമായിരിക്കും. അത് കാസ്കേഡ് ഫയലിൽ മാക്സിമം ഇപ്പോൾ ഒരേ കളർ ആണെന്നുണ്ടെങ്കിൽ അത് ഇഷ്യൂ ആവും. ഇപ്പോൾ ബ്ലാക്ക് ആണുള്ളത് നമ്മള് അതും ഒരു പ്രോബ്ലം ആണ്. അല്ല, പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യേണ്ടത്? ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ പോകും. അത് പ്രീ പ്രോസസ്സിംഗിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം നമ്മളിപ്പോ ഇതിലെന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് യൂസിങ് എനി ലേണിംഗ്. അപ്പം ഇറ്റ്സ് ഓക്കെ ദാറ്റ് യു ആർ നോട്ട് ഗെറ്റിംഗ് എ ഹൈ അക്യുറസി ഓർ സംതിങ്. ഓക്കെ, കാരണം അത് കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ആണ് ഈ കേസിൽ. there will be issues. അത് നമുക്ക് ഈ CNN ഇപ്പൊ നമ്മൾ ചെയ്ത ഇമേജ് ക്ലാസിഫിക്കേഷൻ പോലത്തെ ഒബ്ജക്ട് ഡിറ്റക്ഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും വിൽ ഗെറ്റ് എ മച്ച് ബെറ്റർ റിസൾട്ട്. ലൈറ്റ് ഒരു ഫാക്ടറാണ്. ലൈറ്റ് ഒരു ഫാക്ടറാണ്. as you said, distance can be a factor, angle ഒരു ഫാക്ടറാണ്. ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അതാണ്. സോ മാക്സിമം വെറൈറ്റീസ് നമ്മൾ ഹാർഡ് ഫയലിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടു ആൻ എക്സ്റ്റെന്റ് വർക്ക് ചെയ്യും പ്രോപ്പർ ആയിട്ട്. ഓക്കെ, ആ ഹാർഡ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഡോക്യുമെന്റ് എന്തെങ്കിലും ഉണ്ടെന്ന് ഷെയർ ചെയ്യാമോ?
കാസ്കേഡർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അത് ഞാൻ ഒരു ടൂളാണോ? നമ്മള് പോസിറ്റീവ് നെഗറ്റീവ് എന്നിട്ട് ഒരു PN എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടെണ്ണം, 2 ഫോൾഡറിൽ നമ്മുടെ Pയിൽ പോസിറ്റീവ് ഇടുക, Nൽ നെഗറ്റീവ് ഇടുക, എന്നിട്ട് ഇമേജിന്റെ സൈസ് ഒക്കെ വെച്ചിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ നമ്മള് അനോട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോർഡിനേറ്റ്സ് വരച്ചു കൊടുക്കണ്ടേ ഓരോ ഇമേജിന്റെ? അത് തന്നെ ചെയ്യും. അത് തന്നെ ചെയ്യും. അതൊരു ഡീപ് ലേണിംഗ് മോഡൽ ആയിരിക്കാം അല്ലെ? അത് ഒരു മിനിറ്റ്. അല്ല, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ. ഐ ഡോണ്ട് നോ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പം ആ അനോട്ടേഷൻ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത്. ഞാനത് ഇതില് ഫൈൻ പിന്നെ മതി. അത് കുഴപ്പമില്ല. ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? എന്താണ് പ്രൊജക്ടിന്റെ ഒക്കെ സ്റ്റാറ്റസ്? ആ സൈൻ ബോർഡിന്റെ കാര്യം ഒക്കെ റെഡി ആയോ? ഇഷ്യൂസ് ഒക്കെ മിനിമൈസ് ചെയ്തോ? എന്തൊക്കെയായിരുന്നു പ്രോജക്ട്സ്? സൈൻ ബോർഡ് റെക്കഗ്നിഷൻ 2 പേര് ചെയ്യുന്നുണ്ടല്ലേ? നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ഇപ്പൊ പറഞ്ഞത് ഏതായിരുന്നു? അതിനകത്തുണ്ടോ മാസ് ഡിറ്റക്ഷൻ? അതൊന്ന് നിങ്ങളെ കറസ്പോണ്ടിങ് ആൾക്കാരുടെ പേരൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ഐ തിങ്ക് യു ഹാവ് ദ ആക്സസ്. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. Yes, okay. We'll do that. ഇതാണ് സാധനം. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ അതിന്റെ ഇത് കിട്ടും. ഇൻസ്ട്രക്ഷൻ കിട്ടും അല്ലേ? Okay. And moving forward, projects എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും you have anything to discuss ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇന്നലത്തെ മോഡൽസ് once we did the class കോൺസെപ്റ്റ്. യെസ്, ഞാൻ പ്രസിദ്ധിയാണ്. ഞാനും പിന്നെ ചെക്കിന്റെ ചെയ്യുന്നത്, ചെക്ക് ഡീറ്റെയിൽസ് എടുക്കാനുള്ള. അതില് ഈ ഹാൻഡ് റിട്ടൺ ആയിട്ട് പെയ്ഡ് നെയിം എഴുതി ഉണ്ടാവുമല്ലോ, അത് കിട്ടാനൊക്കെ ഇച്ചിരി പാടാണ്. അത് ചിലത് ചെയ്യുമ്പോ കിട്ടും. അതായത് സ്ട്രിങ് ചെയ്യുമ്പോ ചിലത് കിട്ടും, ബോക്സ് ചെയ്യുമ്പോ ചിലത് കിട്ടും, ഡേറ്റ ചെയ്യുമ്പോ അങ്ങനെയാണ്. 3 ചെയ്യുമ്പോ 3 രീതിയിൽ നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് കിട്ടും. അപ്പൊ അത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പം. കാരണം ഡേറ്റ ചെയ്യുമ്പോ ഇമേജ് ടു ഡേറ്റ ചെയ്യുമ്പോ അധികം കിട്ടുന്നില്ല. കണ്ടിന്യൂറ്റി ഉള്ള ഇമേജ് ഡേറ്റ മാത്രമായിരിക്കും പിക്ക് ചെയ്യുന്നത്. ബോക്സിലേക്ക് വരുമ്പോ ക്യാരക്ടർ ലെവലിൽ അത് നമുക്ക് കിട്ടും. ബാങ്കിന്റെ ലോഗോസ് ഒക്കെ ഇങ്ങനെ ലോഗോ പോലെ എംബ്ലം പോലെയല്ല കിടക്കുക. അപ്പൊ ഞങ്ങളത് ജസ്റ്റ് ക്രോപ്പ് ചെയ്തിട്ട് റീഡ് ചെയ്തപ്പം കറക്റ്റ് ബാങ്കിന്റെ നെയിം കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ക്രോപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു നല്ല രീതിയാണോ ഈ കംപ്ലീറ്റ് ഇമേജിനെ സെഗ്മെന്റ് ചെയ്തിട്ട്? അല്ല, കംപ്ലീറ്റ് ഇമേജിനെ സെഗ്മെന്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോക്കലിലാണ് വർക്ക് ചെയ്യുന്നത്, സോ അത് പ്രശ്നമല്ല. പക്ഷെ എപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ ബാങ്കിലേക്ക് സർവീസസ് യൂസ് ചെയ്യുമ്പോൾ API കോൾ ആയിരിക്കും പോസ്റ്റ് വരുന്നത്. അങ്ങനെ വരുന്ന ഇഷ്യൂസിൽ ഇതൊരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 10 സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു 10 API കോൾസ് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു കോസ്റ്റ് കണ്ടന്റ് വരുന്ന സമയത്തുള്ള ഒരു ഇഷ്യൂ വരും. സിൻസ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ലോക്കൽ വിത്ത് ആൻ ഓപ്പൺ സോഴ്സ് തിങ്, അതൊരു പ്രശ്നമല്ല. പക്ഷെ കൂടുതലാണ്. നോർമലി ഞാനത് ശ്രദ്ധിച്ചു. ഈ സെഗ്മെന്റ് ചെയ്യുന്ന എല്ലാം നമ്മളിപ്പോ ഒരു ഷോപ്പിന്റെ നെയിം എടുക്കണത്, അങ്ങനെ ഒരു കംപ്ലീറ്റ് പിക്ചറിൽ ഒറ്റ സിംഗിൾ ടെക്സ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇതായതുകൊണ്ട്. പിന്നെ അതിനകത്തൊരു ഡൗട്ട് കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ പല ബാങ്കിന്റെ ചെക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
ഈ ക്രോമിന്റെ ലോജിക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? കാരണം എല്ലാത്തിന്റെയും ഡിഫറെന്റ്. ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഫീച്ചേഴ്സ്. അതെനിക്ക് തോന്നുന്നു അത് കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും എക്സാക്ട്ലി, തോന്നുന്നു. അതാണ് അതിനൊരു കോമൺ ലോജിക് എഴുതേണ്ടി വരും. കാരണം ഓരോന്നിനും കോർഡിനേറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി സം ജനറിക് ലോജിക് അല്ലേ? കുറച്ച് പകുതി ഇപ്പൊ സ്റ്റക്കായിട്ട് നിൽക്കണം. ഈ ചെക്ക് ഡേറ്റ കിട്ടുന്നുണ്ടോ? എത്ര? ചെക്ക് മിന്നു ചെയ്തപ്പോ കുറച്ച് അധികം ഡേറ്റ ആയിട്ടുണ്ട്. എനിക്ക് ബാങ്കിന്റെ നെയിമും പിന്നെ ഫയൽസ് ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഓക്കെ. ഓക്കെ, സോ ഫൈൻ, ദാറ്റ്സ് ഫൈൻ. അത് നമുക്കൊരു സാറ്റർഡേയിലേക്ക് നമുക്ക് ഒന്ന് ടാർഗറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന അന്ന് നമ്മൾ ഏതാണ് മെഷീൻ ലേണിംഗ് ചെയ്ത പോലെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പ്രസന്റേഷൻ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് ആൻ ഇന്റർമീഡിയറ്റ് പ്രൊജക്ട് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ ക്ലാസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലെ തന്നെ കൺസിഡർ ചെയ്താൽ മതി. ബട്ട് ഹാവ് എ സ്മോൾ പ്രസന്റേഷൻ ഓൺ സാറ്റർഡേ. ഞാൻ സാറ്റർഡേയിലേക്ക് വെച്ചത് വേറൊരു ക്ലാസ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രോജക്ട്സ്. പിന്നെ ഇത് ക്ലാസിഫിക്കേഷൻ, നമ്മൾ ഇന്നലെ ചെയ്ത ഇമേജ് ക്ലാസിഫിക്കേഷൻ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണോ? എന്താണ് ചെയ്തത്, എങ്ങനെയാണ് നമ്മളത് വർക്ക് ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആണോ? ആൻഡ് ഡു യു ഹാവ് എനി ഡൗട്ട്സ് ഓൺ ദാറ്റ്? നമ്മൾ വി ഇൻട്രൊഡ്യൂസ് എ ന്യൂ പാക്കേജ് കോൾഡ് ടെൻസർഫ്ലോ ആൻഡ് ലൈബ്രറി കോൾഡ് കേരാസ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. സോ എങ്ങനെയാണ് ഹൗ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂറൽ നെറ്റ്വർക്ക്, അതെങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, അതിലേക്ക് എങ്ങനെയാണ് ഡേറ്റ ഫീഡ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ക്ലിയർ ആണ്. ആൻഡ് ഹൗ ദ ഇവാലുവേഷൻ വിൽ ഗോയിങ് ഓൺ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സർ, ഇന്നലെ നമ്മൾ ചെയ്തപ്പം നമുക്ക് ടെൻസർഫ്ലോയിൽ ഉണ്ടായിരുന്ന ഒരു ഡേറ്റ വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ ചെയ്തത്? അതർവൈസ് നമ്മൾ ഡേറ്റ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡേറ്റ ലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ. ലൈക്ക് നമ്മൾ എന്താണ് പറയാ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഡേറ്റ ആണെങ്കിൽ നമുക്ക് പാണ്ടാസ് വെച്ചിട്ട് തന്നെ ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കെരാസിന്റെ പാക്കേജ് ഉണ്ട് ടു ലോഡ് ദ ഡേറ്റ. ഇന്നിപ്പോ നമ്മളൊരു CSV ഫയൽ എക്സ്റ്റേണലി ലോഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. സോ അത് നമുക്ക് കാണാം. ഇനി ഇമേജ് ലോഡ് ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മുടെ ഡ്രൈവിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ ആ പാത്ത് കൊടുത്തിട്ട് അവിടെ നിന്നായിരിക്കും നമ്മൾ ഡേറ്റ ലോഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് ടാസ്ക്. അതൊരു സിംഗിൾ ലൈൻ തിങ് ആണ്. വി വിൽ സീ ദാറ്റ്. നമ്മൾ ഇന്നിപ്പോ നമുക്കൊരു CSV ഫയൽ യൂസ് ചെയ്യാം. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്തൊരു മോഡൽ ചെയ്യുന്ന സമയത്ത് whenever we are doing the next image classification നമുക്ക് വേറൊരു സെറ്റ് ഓഫ് ഡേറ്റ യൂസ് ചെയ്യാം. അതായത് നോട്ട് ഫ്രം ദ ടെൻസർഫ്ലോ. ഓക്കെ. യെസ്. ഞാൻ ആദ്യത്തെ ഇപ്പം ഡേറ്റ അങ്ങനെ യൂസ് ചെയ്യണ്ടെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെയും ഡ്രൈവ് ഓൾറെഡി ഫുൾ ആയിരിക്കും. ലൈക്ക് വി ഹാവ് ഓൺലി 15 GB or something അല്ലേ? അപ്പൊ പലർക്കും എന്റേതൊക്കെ ആണെങ്കിൽ ഓൾറെഡി കുറെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട്, ഓൾമോസ്റ്റ് ഫുൾ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ ഡേറ്റ ഒന്നും ഡൗൺലോഡ് ചെയ്ത് ഡ്രൈവിൽ കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇനി. അപ്പൊ ഡ്രൈവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ പ്രോഗ്രാം ഈസ് കണക്റ്റഡ് ടു അവർ ഗൂഗിൾ ഡ്രൈവ്. അല്ലെങ്കിൽ യു നീഡ് ടു ഡൗൺലോഡ് ആൻഡ് യൂസ് ഇറ്റ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളിപ്പം ഇതിൽ കൊളാബിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഇന്റർനെറ്റുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. സോ ഇറ്റ് വിൽ ബി മച്ച് ഫാസ്റ്റർ ആൻഡ് എവറിത്തിങ്. നമുക്ക് പെർഫോമൻസ് ഒന്നും നമ്മളെ ബോധർ ചെയ്യില്ല. നമ്മുടെ സിസ്റ്റമായിട്ട് അതിന് ഡിപ്പെൻഡൻസി ഇല്ല ഡൗൺലോഡിങ് ആണെങ്കിൽ പോലും. സോ ഇത് ക്ലൗഡിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വൺ മോർ തിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, കാഗിളില്ലേ, കാഗിളിന്റെ ഒരു പൈത്തൺ പാക്കേജ് ഉണ്ട്. സോ നമുക്കിപ്പോ കാഗിളിലുള്ള ഒരു ഡേറ്റയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് നമ്മൾ മാനുവലി ഡൗൺലോഡ് ചെയ്ത് ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ യൂസ് ദാറ്റ് പാക്കേജ് ആൻഡ് പക്ഷേ യു നീഡ് ആൻ അക്കൗണ്ടിന്റെ ഒരു കീ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്താ പ്രോഗ്രാമാറ്റിക്കലി തന്നെ ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ എന്താ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് കട്ട് ആകുമ്പോഴത്തേക്കും ആ ഇമേജ് ആ ഡൗൺലോഡ് ആയ ഫയലും ഡിലീറ്റ് ആയിക്കോളും. വിച്ച് മീൻസ് നമ്മുടെ ഡ്രൈവിൽ അത് കീപ്പ് ചെയ്യില്ല. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണയും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അഗൈൻ ഓരോ തവണ ഡൗൺലോഡ് ചെയ്താലും എന്താണ്, ദാറ്റ് വുഡിന്റ് അഫക്ട് അവർ റെപ്പോസിറ്ററി, അവർ എൻവയോൺമെന്റ്. കാരണം അത് ക്ലൗഡിലാണ് ഡൗൺലോഡ് ആവുന്നത്. ആ ഡിലീറ്റ് ആകുമ്പോൾ ക്ലൗഡിൽ തന്നെയാണ് ഡിലീറ്റ് ആവുന്നത്. നമ്മുടെ ഒരു മെമ്മറിനെയോ സ്പേസിനെയോ അത് ബാധിക്കത്തില്ല. സോ ഇവിടെ നമ്മളിപ്പോ ഒരു ക്ലാസിഫിക്കേഷൻ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു ഓട്ടോ MPG ഡാറ്റ ഉണ്ട്. ഐ മീൻ യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ഓട്ടോ MPG ഡാറ്റ. കാരണം അത് നമ്മൾ പലർക്കും നമുക്ക് നോക്കാം, നമ്മൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ ഇറ്റ്സ് എ വെരി കോമൺ ഡാറ്റ സെറ്റ് ആണ്.
ഇറ്റ്സ് എ വെരി കോമൺ ഡാറ്റാ സെറ്റ്. ഇത് ഇറ്റ്സ് അബൌട്ട് ദ വെഹിക്കിൾ ഡാറ്റാ സെറ്റ്. അപ്പം ഇത് ഒറ്റ കോളായി പോയി, സോറി. സോ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ വെഹിക്കിൾ പാരാമീറ്റർ ആണ്. നമുക്ക് ഇത്രയും വാല്യൂസ് ആണുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 11 കോളം ആണുള്ളത്. അപ്പൊ ഇതില് വി ആർ എബൌട്ട് ടു പ്രഡിക്ട് എന്താണ് ദ മൈൽ പെർ അവർ. മൈൽ പെർ ഗ്യാസ് ആണ്. മൈൽ പെർ ഗ്യാസ് ആണ്. ഇറ്റ്സ് നോട്ട് മൈൽ പെർ ഗാലൻ ഓർ ഗ്യാസ്. ഓക്കേ, ഗാലൻ ആണോ ഗ്യാസ് ആണോ? ഗാലൻ ആയിരിക്കും. ഗാലൻ ആയിരിക്കും. അതെ, ഗ്യാസ് ആകുമ്പോൾ ഗാലൻ ആയിരിക്കും. ഗാലൻ ഗ്യാസിന്റെ ആണോ അതോ ഗാലൻ എന്ന് പറഞ്ഞാൽ എന്താണ് എമൗണ്ട്? നമ്മള് ലിറ്റർ പറയുന്ന പോലെ അവിടെ ലിറ്റർ പറയുന്ന പോലത്തെ ഒരു അല്ലേ MPG മീൻസ് ആയിരിക്കും, ഗാലൻ ആയിരിക്കും. ശരിയാ, കാരണം നമ്മള് മൈൽ പെർ നമ്മള് കിലോമീറ്റർ പെർ KMPL ആണോ നമ്മൾ പറയുന്നത് അല്ലേ? സോ ദാറ്റ് വിൽ ബി ഗാലൻ. യെസ്, മൈൽസ് പെർ ഗാലൻ ആണ്. ഒരു ഗാലൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് 4.55 liters. And 4.55 liters ആണ്. സോ ആക്ച്വലി നമ്മുടെ ഇതെന്ന് പറയുന്നത് നമ്മുടെ UCI എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും ഡാറ്റ എടുത്തിട്ടുണ്ടാവും. മെഷീൻ ലേണിംഗ് UCI എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്യണം ഡാറ്റ. അതിനിവിടെ കെരാസിനകത്ത് keras.utils.get file എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ ഇവിടെ 2 പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ കൊളാബിനകത്ത് ബൈ ഡിഫോൾട്ട് കുറച്ച് പാക്കേജസ് ഉണ്ടാവും, പക്ഷേ there won't be all the packages. Seaborn is an example. പിന്നെ TensorFlow doc എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ട് TensorFlowന്റെ. അത് നമുക്ക് നോക്കാം എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അത് ഗിറ്റിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുപോലെ Seaborn ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ ഇതുപോലെ എനിക്ക് വേറെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് pip install Seaborn, അതുപോലെ pip install numpy ഒക്കെ ഓൾറെഡി ഉണ്ട് ഫോർ എക്സാമ്പിൾ. അല്ലെങ്കിൽ pip install NLTK, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഞാൻ ഇവ റൺ ചെയ്യുന്ന സമയത്ത് ആ ഇൻസ്റ്റലേഷൻ ആണ് നടക്കുന്നത്. ആൻഡ് ഇത് ആ എൻവയോൺമെന്റിലാണ് ഇൻസ്റ്റാൾ ആവുന്നത്. ഇപ്പം വൺസ് യു ക്ലോസ്ഡ് യുവർ കൊളാബ് യു ഹാവ് ടു റീഇൻസ്റ്റാൾ ഇറ്റ് അഗൈൻ. നമ്മുടെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ആ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. വി ആർ നോട്ട് കീപ്പിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ദി ഇൻസ്റ്റൻസ്. അപ്പൊ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ വൺസ് ഇറ്റ്സ് ഇൻസ്റ്റാൾ ഫോർ എവർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. യു ഹാവ് ടു ഇൻസ്റ്റാൾ ഇറ്റ് ബാക്ക്. ഇതിപ്പോ ഞാൻ ഇന്നലെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് റിക്വയർമെന്റ് സാറ്റിസ്ഫൈഡ് കാണിക്കുന്നത്. Okay, so the installation is done. So I'm importing the packages. നമുക്ക് വേണ്ട നമ്പർ വേണ്ടാസ് മാപ്ലോഡിക് എല്ലാമാണ്. പിന്നെ ഇവിടുന്ന് TensorFlowയിൽ നിന്ന് കെരാസും ലേസും 2 പാക്കേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ TensorFlow docsൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അത് എന്തിനാന്നുള്ളത് we will see later. Okay, so ഇതാണ് this is an important line. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ജനറിക് ആയിട്ട് എപ്പോഴും ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടി from somewhere we are downloading. This is how we are doing. So keras.utils.get file ഉണ്ടാവും. അതിനകത്ത് ഇതാണ് ഞാൻ ലോഡ് ചെയ്യുന്ന ഡാറ്റ. ആൻഡ് ഇതാണ് എൻ്റെ സേവ് ചെയ്യാൻ പോണ പേര്. auto.mpg.data എന്നുള്ള പേരിലായിരിക്കും ഞാൻ സേവ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ റീഡ് ചെയ്യുന്നത് ഡൗൺലോഡ് ചെയ്യുന്നത് ഫ്രം ദിസ് പർട്ടിക്കുലർ ലിങ്ക്. എന്നിട്ട് ഞാൻ ഇവിടെ ആ ഡാറ്റ സെറ്റിന്റെ പാത്താണ് പ്രിന്റ് ചെയ്യുന്നത്. സോ ഐ ഗോട്ട് ദ ഡാറ്റ ഹിയർ root.keras/dataset/auto.mpg.data. ഇനി ഞാനിവിടെ എന്താണ് എൻ്റെ കോളം നെയിംസ് സെറ്റ് ചെയ്യാണ്. MPG നമ്മൾ നേരത്തെ കണ്ടതുപോലെ MPG ഞാൻ ഒന്നുകൂടെ അത് താഴെ ഉണ്ട്, കുഴപ്പമില്ല. MPG സിലിണ്ടേഴ്സ്, ഡിസ്പ്ലേസ്മെന്റ്, ഹോഴ്സ് പവർ, വെയിറ്റ്, ആക്സിലറേഷൻ, മോഡൽ ഇയർ, ഒറിജിൻ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഡേറ്റ ദാറ്റ് വി റിസീവ്ഡ് ദിസ് നോട്ട് ഹാവ് എനി ഹെഡേഴ്സ്, സോ വി നീഡ് ടു മെൻഷൻ ദാറ്റ്. ഞാൻ ഇവിടെ ഡേറ്റ റീഡ് ചെയ്യുമ്പോൾ read.csv ആണ് യൂസ് ചെയ്യുന്നത്, പാണ്ടാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡേറ്റ പാത്ത് നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്, അത് കൊടുക്കുന്നു. കോളം നെയിംസ് ഇവിടെ നിന്ന് ഞാൻ സെറ്റ് ചെയ്യുന്നു. പിന്നെന്താ, സെപ്പറേറ്റർ ഈസ് നോട്ട് സ്പേസ്, സെപ്പറേറ്റർ ഈസ് സ്പേസ് നോട്ട് കോമ. അതുകൊണ്ട് എന്താ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് ലോഡ് ചെയ്തു, അതിനുശേഷം ഞാൻ അതിന്റെ ടെയിൽ പ്രിന്റ് ചെയ്താണ് ഈ കാണുന്നത്. സോ there is 398 rows and these are the columns: MPG, cylinders, displacement, horsepower, weight, acceleration, model, year, origin. So ഇവിടെ നമ്മളത് ഓൾറെഡി
മോഡലിയർ ഒറിജിൻ, മോഡലിയർ എന്നുള്ളത് ഒറ്റ പാടാണ്. അപ്പൊ ഇവിടെ നമ്മളത് ഓൾറെഡി എന്താണ് this is how we are reading the data and we are checking for ഇതൊക്കെ നമ്മുടെ നോർമൽ പ്രോസസ് അല്ലേ. We are dropping NA if we have any drop NA. ഓക്കെ, ഇത് ആ ഡേറ്റ സെറ്റിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ്. 1 ആണെങ്കിൽ USA ആണ്, 2 ആണെങ്കിൽ യൂറോപ്പ് ആണ്, 3 ആണെങ്കിൽ ജപ്പാൻ ആണ്. ആൻഡ് അത് ആഡ് ചെയ്തതിനു ശേഷം ഐ ആം ടേക്കിംഗ് ദ ഡമ്മീസ്, ഗെറ്റ് ഡമ്മീസ് എടുക്കാണ്. സോ ഇവിടെ നമുക്ക് പുതിയ 3 കോളം കൂടെ വരും. ഇൻസ്റ്റെഡ് ഓഫ് ഒറിജിൻ we will get 3 new columns, Europe, Japan and USA. ഇവിടെ I am getting 3 new columns. സോ ഇതൊക്കെ നമ്മൾ എന്താണ് സൈക്കിൾ ലേണിംഗ് ചെയ്യുന്ന സൈക്കിൾ ലേൺ അല്ല, മെഷീൻ ലേണിംഗിന് വേണ്ടി ചെയ്യുന്ന പ്രീ പ്രോസസിങ് സ്റ്റെപ്സ് തന്നെയാണ്. ആൻഡ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യാണ് എന്താണ് ട്രെയിൻ ഡാറ്റ സെറ്റിനെ ടെസ്റ്റ് ഡാറ്റ സെറ്റ് കൊടുക്കുകയാണ്. ഇത് നമുക്ക് മറ്റേ സൈക്കിൾ ലേൺ ഉപയോഗിച്ചെടുക്കണമെങ്കിലും ചെയ്യാം. പിന്നെ സൈക്കിൾ ലേണും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ അത് ഉപയോഗിക്കാഞ്ഞത്. സൈക്കിൾ ലേൺ എന്ന് പറഞ്ഞ പാക്കേജ് കൂടെ ലോഡ് ചെയ്യേണ്ടതാണ് അത് യൂസ് ചെയ്യാതെ. ഇവിടെ ഞാൻ ചുമ്മാ ഫ്രാക്ഷൻ 80 റാൻഡം സ്റ്റേറ്റ് 0 കൊടുത്ത് സെറ്റ് ചെയ്യാണ്. അപ്പം ഒരു റാൻഡംനെസ് അങ്ങ് സെറ്റ് ചെയ്യാണ്. ആൻഡ് ഐ എം ഗെറ്റിംഗ് ദ ഡാറ്റ. അപ്പൊ എനിക്കിവിടെ ട്രെയിൻ ഡാറ്റ സെറ്റും ടെസ്റ്റ് ഡാറ്റ സെറ്റും കിട്ടി. ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു പെയർ പ്ലോട്ട് ചെയ്തതാണ്. പെയർ പ്ലോട്ട് പറഞ്ഞാൽ കമ്പാരിസൺ ചെയ്താണ് ഓരോന്ന് തമ്മിലുള്ളത്. MPG കമ്പാരിസൺ, MPG വേഴ്സസ് സിലിണ്ടേഴ്സ്, MPG വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്, MPG വേഴ്സസ് വെയിറ്റ്. അതാണിത്. ഇത് താഴേക്ക് സിലിണ്ടർ വേഴ്സസ് സിലിണ്ടർ. സോ ഇറ്റ്സ് ജസ്റ്റ് എ പെയർ പ്ലോട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ദിസ് ആർ ദ നമ്മുടെ എന്താണ് ഡാറ്റ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ നോക്കിയതാണ്. സോ ട്രെയിൻ സ്റ്റാറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഡിസ്ക്രൈബ് ചെയ്തതിന് ട്രാൻസ്പോസ് ചെയ്താണ് കാണാൻ വേണ്ടിയിട്ട്. സോ ദീസ് ആർ ദി MPG ഞാൻ പോപ്പ് ചെയ്തു. പോപ്പ് ഇസ് ആക്ച്വലി എന്താണ് ഒരു ഡിലീറ്റ് കമാൻഡ് ആണ്. നമ്മുടെ ക്യൂവിൽ നിന്നും സ്റ്റാക്കും ക്യൂവിലുള്ളതാണ് പോപ്പ്. റിമെമ്പർ ദാറ്റ് സ്റ്റാക്ക് ക്യൂ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളത് പുഷും പോപ്പും അതന്നെ യെസ്. സോ ഇറ്റ്സ് ആക്ച്വലി എ കോൺസെപ്റ്റ് ഓഫ് ക്യൂ. അപ്പൊ പോപ്പ് ഇസ് നത്തിങ് ബട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അത് എന്താണ് പാണ്ടാസിൽ തന്നെ ഓൾറെഡി ഉള്ളത്. സോ ഇതാണ് നമ്മുടെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ്. അതിന്റെ കൗണ്ട്, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മിൻ, 25, 50, മാക്സ്. സോ ഇങ്ങനത്തെ ഇൻഫർമേഷൻ എല്ലാം നമുക്കുണ്ട്. ഞാൻ ഇവിടെ ട്രെയിൻ ലേബൽസ് സെറ്റ് ചെയ്യാണ്. ട്രെയിൻ ലേബൽസ് എൻ്റെ MPG ആണ് എൻ്റെ ട്രെയിൻ ലേബൽ. ടെസ്റ്റ് ലേബലും MPG. സോ നമുക്ക് മൈൽസ് പെർ ഗ്യാലനാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു നോർമലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താണ്, മീൻ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമ്മുടെ നോർമലൈസേഷൻ. സോ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഡേറ്റനെ നോർമലൈസ് ചെയ്യാണ്, 2 ഡേറ്റനെ. അതിനുശേഷം ഇവിടെ വി ആർ ക്രിയേറ്റിംഗ് ദ മോഡൽ. സോ ഇവിടെ ബിൽഡ് മോഡൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനകത്തേക്ക് ഞാനൊരു കെരാസ് ഡോട്ട് സീക്വൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ലെയേഴ്സ് ഡോട്ട് ഡെൻസ് ആഡ് ചെയ്യാണ്. ഇന്നലെ നമ്മൾ കെരാസ് ഡോട്ട് ലെയേഴ്സ് ഡോട്ട് ഡെൻസ് ആയിരുന്നു എടുത്തിരുന്നത്. കാരണം നമ്മൾ അവിടെ കെരാസ് മാത്രമായിരുന്നു ലോഡ് ചെയ്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രം കെരാസ് ഇമ്പോർട്ട് ലെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രം TensorFlow.keras import layers. അതുകൊണ്ട് നമുക്ക് എന്താ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് യു ക്യാൻ യൂസ് ലേയേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ആക്ടിവേഷൻ ഫംഗ്ഷൻ റേഡിയോ കൊടുക്കുകയാണ്. എന്നാലും പറഞ്ഞിരുന്നു റെക്ടിഫൈഡ് ലീനിയർ യൂണിറ്റ് 64. സോ 2 ഹിഡൻ ലെയർ ആണുള്ളത്. ഇൻപുട്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവിടെ നമുക്ക് ഇന്നലെ ഇൻപുട്ട് ഷേപ്പ് കൊടുത്തിരുന്ന ഒരു ട്യൂപ്പിൾ ആയിട്ടായിരുന്നു 28/28. കാരണം എന്താ, ഇറ്റ് വാസ് ആക്ച്വലി ആൻ ഇമേജ്. അതിനകത്താണ് നമ്മൾ ഫ്ലാറ്റൻ ചെയ്തിരുന്നത്. ഇവിടെ നമുക്ക് ആ ഫ്ലാറ്റനിങ്ങിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ ഡേറ്റ ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഫ്ലാറ്റൻഡ് ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ലെങ്ത് മാത്രമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം എത്ര ലെങ്ത് ഉണ്ടോ അത് മാത്രമായിരിക്കും ഇൻപുട്ട് ഷേപ്പ്. അതിനുശേഷം ഒരു 64ലേക്ക് പോകുന്നു. അതിനുശേഷം അടുത്ത 64ലേക്ക് പോകുന്നു. അതിനുശേഷം ഡെൻസ് ലെയർ ഔട്ട്പുട്ട് 1. കാരണം എന്താണ്, റിഗ്രഷൻ ആണ്. അപ്പൊ നമുക്കൊരു സിംഗിൾ വാല്യൂ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ലോസിന് ഇത്തവണ നമ്മൾ മീൻ സ്ക്വയർഡ് എറർ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ അക്യുറസി യൂസ് ചെയ്ത പോലെ, മെട്രിക്സ് അക്യുറസി യൂസ് ചെയ്ത പോലെ ഇവിടെ 2 അക്യുറസിയാണ്. മീൻ അബ്സല്യൂട്ട് എററും മീൻ സ്ക്വയർഡ് എററും ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ഹിയർ വി ആർ ക്രിയേറ്റിംഗ് ദ മോഡൽ. മോഡൽ അല്ല, മോഡലിന്റെ ഡെഫിനിഷൻ. ആൻഡ് ഇവിടെ വി ആർ ബിൽഡിംഗ് ദ മോഡൽ, ക്രിയേറ്റിംഗ് ദ മോഡൽ. ഇവിടെ നമ്മൾ മോഡലിലോട്ട് സമ്മറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരുന്നു ഇൻപുട്ട് ഉണ്ടായിരുന്നത്? ഇതാണ് 1 2 3 4 5 6 7 8 9.
1 2 3 4 5 6 7 8 9. അപ്പൊ നമ്മുടെ ഇൻപുട്ടിന്റെ ലെങ്ത് 9 ആണ്. ആദ്യത്തെ ലെയറിൽ 64 ആണ്. അപ്പൊ എന്താ 9 + 1 10 × 64 640 ആണ് വന്നത്. ഇനി ആ 640യുടെ ഔട്ട്പുട്ട് എത്രയാണ്? There are 64 outputs. So 64 + 1 65. 65 × 640 ആയിരിക്കും രണ്ടാമത്തെ ലെയറിലെ 640 × 65 × 640 അല്ല 65 × 64 അതായത് 4160 ആയിരിക്കും അടുത്ത ലെയറിലെ കൗണ്ട് 4160. ഇനി അതിനുശേഷം എന്താ 64 + 1 65 × 1 65 ആയിരിക്കും. സോ ഇത്രയും പാരാമീറ്റേഴ്സ് ആയിരിക്കും നമുക്ക് ആകെയുള്ളത്. സോ എന്താ ഇതാണ് നോക്കി ഇമേജ് എടുത്ത സമയത്ത് നമ്മുടെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വേർ ഇൻ ലാക്സ് അല്ലെ, അത്രയും ഫീച്ചേഴ്സ് ആണ് നമുക്ക്. കാരണം ഓരോ ഇമേജിനും 28/28 അറൌണ്ട് 784 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ വി ഹാവ് ഓൺലി 9 ഫീച്ചേഴ്സ് അല്ലെ ഇനിഷ്യലി. 784 വേഴ്സസ് 9. അതുകൊണ്ടാണ് ടോട്ടൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇത്രയും ഡിഫറൻസ് വന്നത്. ഇഫ് യു റിമെമ്പർ യെസ്റ്റർഡേസ് പ്രോഗ്രാം, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വേർ അറൌണ്ട് 1 lakh, above 1 lakh അല്ലെ. ഇവിടെ നമുക്ക് അറൌണ്ട് 4865 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മോഡൽ വിൽ ബി മച്ച് ഫാസ്റ്റർ. അതുകൊണ്ട് ഞാൻ ഒരു 1000 എപ്പോക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മേ ബി നമുക്ക് 1000 എപ്പോക്ക് കൊടുത്തിട്ടുണ്ട്. മേ ബി വി ക്യാൻ റെഡ്യൂസ് ടു 300. സോ ഇവിടെ ഞാൻ model.fitലേക്ക് എന്താണ് എന്റെ നോർമൽ ട്രെയിൻ ഡേറ്റയും ട്രെയിൻ ലേബൽസും കൊടുക്കുകയാണ്. എപ്പോക്സ് ഇവിടെ എപ്പോക്സ് കൊടുക്കുന്നു. വാലിഡേഷൻ സ്പ്ലിറ്റ് 0.2. there is a callback option. അതെന്താന്നുള്ളത് ഞാൻ പറയാം. callback option എന്താന്നുള്ളത്. So this is how നമ്മളിവിടെ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും callback option. We'll see that. അപ്പൊ ഞാൻ ഇവിടെ മോഡൽ ചെയ്യാണ്. സോ വൺസ് ദാറ്റ് മോഡൽ ഈസ് റണ്ണിങ് നമ്മുടെ സെയിം വെർബോസ് 2 ആണ്, വെർബോസ് 0 ആണ്. അതുകൊണ്ട് there won't be anything. ഇനിയിപ്പോ അത് വെർബോസ് 2 കൊടുത്തിരുന്നെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് പ്രോഗ്രസ്. ഇതിപ്പം 300 എപ്പോക്ക് ആവണം. ഇപ്പൊ കഴിയും, കാരണം വളരെ ചെറിയ മോഡലാണ്, പെട്ടെന്ന് തീരും. നമുക്കിവിടെ വെർബോസ് 2 ആയിരുന്നെങ്കിൽ വിൽ സീ യു ക്യാൻ സീ ദാറ്റ് പ്രോഗ്രസ്. ഓരോന്നും കാണാം. എന്താന്ന് വെച്ചാൽ ഡിസ്പ്ലേ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നതുകൊണ്ടാണ് ഇത്തിരി കൂടെ സമയം എടുക്കുന്നത്. കാരണം അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ വെയിറ്റ് അവിടെ നടക്കും. ഇപ്പൊ ഇഫ് ഇറ്റ് ഈസ് വെർബോസ് 1 നമുക്ക് ആ പ്രോഗ്രസ് ബാർ ആയിരിക്കും കാണാം. ഓരോന്നിന്റെ പ്രോഗ്രസ് ബാർ ഇവിടെ ഉണ്ടാവും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഐ തിങ്ക് ഈ ഒരുപാട് എപ്പോക്സ് ഉള്ളപ്പോൾ ബെറ്റർ യു ഗീവ് വെർബോസ് 0. കാരണം യു ഷുഡ്ന്റ് ബോദർ അബൌട്ട് ഓൾ ദീസ് സ്റ്റെപ്സ്. കാരണം ഇത് പിന്നെ ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടാലും ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു റെക്കഗ്നൈസ്. സോ ഇത് ഹിസ്റ്ററിയാണ്. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് history.history. ഇവിടെ നമ്മൾ ഹിസ്റ്ററിയിലേക്കാണ് ഈ സാധനം ഫിറ്റ് ചെയ്ത് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ എപ്പോക്കിലുള്ള ടെയിലുള്ള, അതായത് നമ്മൾ 300 ടെയിലാണ്. അപ്പൊ ഓരോന്നിലുള്ള ലോസ്, MAE, MSE, വാലിഡേഷൻ ലോസ്, വാലിഡേഷൻ MAE, വാലിഡേഷൻ MSE, ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അതൊന്ന് പ്ലോട്ട് ചെയ്യാണ്. ഒരു സ്റ്റേജിന് ശേഷം വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ട്രെയിനിങ്ങിന്. എന്താ ഫിറ്റിംഗ് അറേഞ്ച് നമുക്ക് മേ ബി 1000 കൊടുത്ത് നോക്കിയേക്കാം. 1000 കൊടുത്താലും അധികം സമയമൊന്നും എടുക്കില്ല. ബിക്കോസ് ഇറ്റ് വിൽ ഹാർഡ്ലി ടേക്ക് 1 or 2 minutes.
I think it's done. Stuck ആയോ? Yes, കഴിഞ്ഞു. സോ ഹിസ്റ്റോഗ്രാം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 999 വരെ ആയിരിക്കും വരിക. ഹിസ്റ്ററി പോക്കെയാണ്. ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ടെൻസർഫ്ലോ ഡോക്ക് എടുത്തത്. So then after a certain step നമ്മുടെ വാലിഡേഷന്റെ MSc കൂടുകയാണ്. അപ്പൊ എന്താ ശരിക്കും അത്രയും സ്റ്റെപ്സ് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ഒരു ഏർലി സ്റ്റോപ്പിംഗ് കൂടെ ആഡ് ചെയ്തു. ഒരു കോൾ ബാക്കിൽ ഐ എം ആഡിങ് ആൻ ഏർലി സ്റ്റോപ്പിംഗ് ടെക്നിക്. ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇഫ് ആഫ്റ്റർ സർട്ടൺ ഐട്രേഷൻ പേഷ്യൻസ് 10 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 10 സ്റ്റെപ്പ് വരെ നമ്മൾ നോക്കും, 10 എപ്പോക്ക് വരെ. സോ 10 എപ്പോക്ക് വരെ എറർ കൂടുന്നതാണ്. എറർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വി വിൽ എന്താണ് എക്സിറ്റ് ഫ്രം ദ മോഡലിംഗ്. അപ്പൊ എപ്പോക്സ് റിമൈൻസ് 1000. പക്ഷെ കോൾ ബാക്കിൽ ഞാനിവിടെ എയർലി സ്റ്റോപ്പും കൂടെ കൊടുക്കുകയാണ്. സോ എയർലി സ്റ്റോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആക്ച്വലി കോൾ ബാക്ക് ഓപ്ഷൻ. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. സോ ഇവിടെ ഞാൻ കോൾ ബാക്ക് എയർലി സ്റ്റോപ്പിംഗ് മോണിറ്റർ വാലിഡേഷൻ ലോസ്. വാലിഡേഷൻ ലോസ് ആണ് ഞാൻ മോണിറ്റർ ചെയ്യുന്നത്. ആൻഡ് ഐ വിൽ ബി ചെക്ക് ഫോർ 10 ഇറ്ററേഷൻസ്. അപ്പൊ വാലിഡേഷൻ ലോസ് എന്താണ്? ഐഡിയലി സ്പീക്കിംഗ് ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും കുറഞ്ഞു വരണം. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡ്യൂസിങ് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഫോർ 10 epochs എന്താണ് we will stop this. അപ്പൊ നമുക്കിത് നോക്കാം. ചെയ്താൽ തന്നെ അത് ഇടയ്ക്ക് വാല്യൂ ലോസ് കൂടിണ്ടായിരുന്നല്ലോ, കുറഞ്ഞിട്ട് പിന്നെ കൂടുന്നുണ്ടായിരുന്നു. അതാണ് കുറഞ്ഞിട്ട് കൂടാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഗ്രാഫ് ഉണ്ടോ ടുവേർഡ്സ് ദ എൻഡ് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് എന്താണ് there is some overfitting. കാരണം അല്ലെങ്കിൽ ട്രെയിനിങ് എറർ കുറയുന്നുണ്ട്. ഇതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ദാറ്റ് സോൾഡ് ലൈൻ, ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ദാറ്റ് ബ്രോക്കൺ ലൈൻ. So training error കുറയുന്നുണ്ട്, പക്ഷെ ടെസ്റ്റിംഗ് എറർ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ഇസ് ഇൻക്രീസിംഗ്, വിച്ച് മീൻസ് there is an overfitting. അപ്പൊ എന്താ ഈ 1000 എപ്പോക്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് 1000 എപ്പോക്സ് കോസ് സം സോർട്ട് ഓഫ് ഓവർഫിറ്റിംഗ്. അപ്പൊ അതിനെ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. സോ ഫോർ ദാറ്റ് എന്താണ് കഴിഞ്ഞാവോ we are giving this early stopping technique. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് നോക്കാം. അപ്പൊ ചിലപ്പോൾ ഇത് 1000 ആണ് നമ്മൾ കൊടുത്തിരുന്നത്, പക്ഷെ ഇറ്റ്സ് നീഡ് നോട്ട് ടു ബി all 1000 steps executed. Let's see. So see, ആകെ 42 ഇറ്ററേഷൻ നടന്നിട്ടുള്ളൂ. അപ്പൊ തന്നെ അത് ഏർലി സ്റ്റോപ്പിംഗിൽ എത്തി. ബിക്കോസ് ഇവിടെ നമുക്ക് വി ഡോണ്ട് ഹാവ് ഇനഫ് ഡേറ്റ അല്ലെ. നമുക്ക് അങ്ങനെ ഒരുപാട് ഡേറ്റ എന്നുള്ള ഡേറ്റ അല്ലത്. വിച്ച് വി ഹാവ് ഓൺലി 9 ഫീച്ചേഴ്സ് ആൻഡ് 380 സംതിങ് കോളംസ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ കിട്ടുള്ളൂ. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് നൗ ദിസ് മേക്ക് സെൻസ്. കാരണം എന്താ, ആസ് ട്രെയിനിങ് ഇൻക്രീസസ് ട്രെയിനിങ് എറർ ഡിക്രീസസ്, ട്രെയിനിങ് ടെസ്റ്റിംഗ് എറർ ഈസ് ഓൾസോ ഡിക്രീസിങ് അല്ലെ. ട്രെയിനും വാലിഡേഷൻ നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ലൈക്ക് അലൈൻഡ്. അപ്പം എന്താണ് ദിസ് ഇസ് വാട്ട് വി ആക്ച്വലി റിക്വയർ. ആൻഡ് ഇവിടെ ടെസ്റ്റിംഗ് സെറ്റ് മീൻ അബ്സല്യൂട്ട് എറർ എടുക്കുമ്പോൾ 1.80 MPG ആണ് ഡിഫറൻസ് വരുന്നത്. സോ വി ആർ എക്സ്പെക്ടിങ് ആൻ എറർ ഓഫ് 1.8 MPG ഇൻ ദ പ്രൊഡിക്ഷൻ. ദാറ്റ് ഇസ് ഫെയർലി ഫൈൻ. ഇതെന്താണ്, ഇത് നമ്മൾ ഇത് ചെയ്തതാണ് ട്രൂ വാല്യൂ വേഴ്സസ് പ്രെഡിക്റ്റഡ് വാല്യൂ. സോ ഐഡിയലി സ്പീക്കിംഗ് എന്താ, ദാറ്റ് ഷുഡ് ബി എ ലീനിയർ ലൈൻ, ബട്ട് ഇറ്റ്സ് സി ദിസ് ഇസ് വെരി അലൈൻഡ് അല്ലെ. ഓൾമോസ്റ്റ് ഇവിടെ കുറച്ച് ഔട്ട്ലയർ വാല്യൂസ് ഉണ്ടെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് അലൈൻഡ്. സോ ദിസ് ഇസ് ഹൗ വി ആർ പ്രെഡിക്റ്റിംഗ്. ഇനി ഇത് എറർ ജസ്റ്റ് ഒന്ന് ബിൻ ചെയ്തതാണ്. സോ സി എന്നാലും എറർ ഉണ്ടോ, മാക്സിമം എറർ വന്നിരിക്കും. സോ മോസ്റ്റ്ലി ദ ഡേറ്റ ഈസ് അക്യുമുലേറ്റഡ് സംവെയർ അറൌണ്ട് -2 and 2. അപ്പൊ നമ്മൾ പറഞ്ഞ 1.8 എന്നുള്ളത് വളരെ കറക്റ്റ് ആണ്. We have some outliers, that is fine. Apart from that, this is working perfectly fine. So ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്തത്. So this is a simple regression model that we are using a data set, not using images. So similarly നമുക്ക് ക്ലാസിഫിക്കേഷന്റെ ഡേറ്റ ഇല്ലേ, ബാക്കി ഡേറ്റകളും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഏതാണ്, instead of this you can load classification data. Classification data probably you need to do a softmax also at the end. ഈ ഡെൻസിനെ എടുത്തിട്ട് എത്ര ക്ലാസ് ഉണ്ടോ അത്രയും ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് വരിക. ഇവിടെ റിഗ്രഷൻ ആകുമ്പോൾ എന്താ, ഔട്ട്പുട്ട് വിൽ ബി എ സിംഗിൾ ക്ലാസ്.
ക്ലാസിഫിക്കേഷൻ ആകുമ്പോൾ അത്രയും ക്ലാസ്സസ് ഉണ്ടാവും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് you need to apply an activation function called softmax. ആക്ടിവേഷൻ അല്ല, softmax is an aggregate function. അത് എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ you will get the probability. അതർവൈസ് എന്താണ്, നമുക്ക് 10 ഔട്ട്പുട്ട് കിട്ടും. ഫ്രം ദാറ്റ് ഔട്ട്പുട്ട് you need to identify which is the best. അപ്പൊ ആ പ്രോബിലിറ്റി ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, we will directly get the most suitable class name. So this is how we are implementing a regression model using neural network. So this, I mean, നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് ക്ലിയർ ആണ്. എന്തെങ്കിലും നോക്കാനുണ്ടെങ്കിൽ we will see. ഇതിനകത്ത് നമ്മൾ പുതുതായിട്ട് വന്നൊരു കോൺസെപ്റ്റ് is actually early stopping ആണ്. Early stopping is something used to minimize overfitting issues. So നോക്കിയാൽ മതി, നമ്മൾ ആ 1000 iterations this simply reduced into 42 iterations, 43 iterations. So 43rd iteration ആയപ്പോൾ തന്നെ we are done for this data. അപ്പോൾ ഇവിടെ നമുക്ക് 1000 epochs ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. So this is how we will be doing this. നമുക്ക് വേണമെങ്കിൽ we can try some another regression model using data from നമ്മുടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ I think I have already shared. So ഇതൊന്ന് നിങ്ങൾ just go through the code and if you have any doubts please let me know. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഡേറ്റ ആഡ് ചെയ്തിട്ട് maybe from the drive how to load എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയും. ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. കാരണം നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ യു ആർ ഫെമിലിയർ വിത്ത് ഹൗ ടു ക്രിയേറ്റ് എ മോഡൽ. സോ ദിസ് ഇസ് ഹൗ വി ആർ ക്രിയേറ്റിംഗ് എ മോഡൽ. ഈ ഫംഗ്ഷനകത്താണ് നമ്മൾ എപ്പോഴും ചേഞ്ചസ് വരുത്തുക. സോ ഇഫ് യു വാണ്ടഡ് ടു ആഡ് വൺ മോർ ലെയർ 64 ഞാനൊരു ആക്ടിവേഷൻ വാല്യൂ 64 കൊടുത്തു, ആദ്യം ഒരു 128 എടുത്തു. ആദ്യം അതായത് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്തിനാ സോറി മിസ്റ്റേക്ക്, എക്സ്പാൻഡ് ചെയ്യുന്നു കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ, എന്റെ മോഡൽ ബിൽഡ് ചെയ്തതിനു ശേഷം സമ്മർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെയർ കൂടെ വരും. ഒരു റീസ്റ്റാർട്ട് ടൈം തോന്നുന്നു അല്ലേ? ലെയേഴ്സ് ആയിരുന്നോ? ഞാൻ ലെയർ എന്നാണോ കൊടുത്തിരുന്നത്? ഓക്കെ, അതായിരിക്കും. സോ ദ മോഡൽ ഈസ് റെഡി. ഇനി സമ്മർ എടുത്തു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് കുറെ കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഫീച്ചേഴ്സ് പരമാവധി ഇമ്പ്രൂവ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ എന്താ, ഒരുപാട് ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ്, ബിക്കോസ് എന്റെ ഇൻപുട്ട് ഫീച്ചേഴ്സ് ആർ ജസ്റ്റ് 9. അത് വെച്ച് എനിക്ക് ഒരുപാട് പാരാമീറ്റർ ചെയ്തിട്ട് കാര്യമില്ല സത്യം. ദാറ്റ് വിൽ കോസ് മോർ ഇഷ്യൂസ് ഓൾസോ. ഇതുപോലെ തന്നെ ഓവർഫിറ്റിംഗ് ഒഴിവാക്കാൻ വി ഹാവ് സംതിങ് മോർ കോൾഡ് I would say dropout layer. So dropout layer in TensorFlow. അങ്ങനൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് we will see what is dropout layer. എന്നിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇവിടെ ഇതുപോലെ ഉണ്ടോ ലേയേഴ്സ് ഡോട്ട്, നമ്മൾ ഡെൻസ് ആഡ് ചെയ്യുന്ന പോലെ യു ക്യാൻ ആഡ് dropout. അതുപോലെ dropout may layer something used to minimize overfitting, the issue of overfitting. അത് we will see. ഓക്കെ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ജസ്റ്റ് എയർലി സ്റ്റോപ്പിംഗ് പറഞ്ഞതുകൊണ്ട് there is something called dropout ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. We will see how to implement that in the next question, next problem. So ഈ ലുക്കിംഗ് ഇൻ ടു ദിസ് ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. കാരണം ഈ ഗ്രാഫിൽ നോക്കിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് there is a chance of overfitting. കാരണം എന്താ, എന്റെ ഇവാലുവേഷൻ എറർ ഈസ് ഇൻക്രീസിങ് ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ്. കാരണം ഇത് നോക്കിക്കഴിഞ്ഞാൽ കീപ്പ് ഓൺ ഇൻക്രീസിങ്. ഇത് പക്ഷെ ട്രെയിനിങ് ഈസ് കീപ്പ് ഓൺ ഡിക്രീസിങ്. ഇതാണ് ഒരു ഐഡിയൽ കേസ് ഫോർ ഓവർഫിറ്റിംഗ് അല്ലെ. നമ്മൾ പറയുന്നു the training is too good but the testing is too bad. That is what overfitting means.
കോൾ ബാക്സിൽ വരുത്തിയ ചേഞ്ച് ഒന്ന് ഏതാണ് കോൾ ബാക്കിൽ നമ്മൾ എയർലി സ്റ്റോപ്പിംഗ് ആഡ് ചെയ്താണോ? early stopping ആഡ് ചെയ്തു. നമ്മളിവിടെ എയർലി സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, keras.callbacks.early stopping. അപ്പൊ അവിടെ ഞാൻ വാലിഡേഷൻ ലോസ് ആണ് മോണിറ്റർ ചെയ്യുന്നത്. വി ഹാവ് 2 ലോസ് അല്ലെ, ട്രെയിൻ ലോസും വാലിഡേഷൻ ലോസും. പക്ഷെ എനിക്ക് വാലിഡേഷൻ ലോസ് എന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെ. വാലിഡേഷൻ ലോസ് ഐ ആം മോണിറ്ററിംഗ് വാലിഡേഷൻ ലോസ് ഫോർ 10 റൗണ്ട് 10 epochs. അപ്പൊ അതെന്താ ഒരെപ്പോക്കിലൊക്കെ ചിലപ്പോൾ കൂടിയിട്ട് കുറയാം, അത് സംഭവിക്കാം. കണ്ടിന്യൂസ്ലി വന്നാലാണ് നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു 10 എന്ന് പറയുന്ന ഒരു ബഫർ കൊടുത്തേക്കുന്നത്. So please try to do this. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ആ ഓവർഫിറ്റ് ആൻഡ് അണ്ടർഫിറ്റ് സെപ്പറേറ്റ്ലി നോക്കാം. ഏതെങ്കിലും ഡേറ്റ വെച്ചിട്ട് ഇതെന്തിനാന്ന് മനസ്സിലായിരുന്നോ? എപ്പോക് ഡോട്ട്സ് കോൾ ബാക്കിൽ നമ്മളൊരു tfdocs.modeling.epoch എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്നുമില്ല, ആ എപ്പോക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഡോട്ട്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു പ്രോഗ്രസ് ബാർ ഇല്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല. ഇപ്പൊ ഇത് കണ്ടോ, ഇത് റൺ ചെയ്ത് കഴിഞ്ഞാല് വി ഡോണ്ട് നോ ദ പ്രോഗ്രസ്, വി ആർ വെയിറ്റിംഗ് ഫോർ സംതിങ്. മറ്റേതാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് അൺകമന്റ് ചെയ്ത് കഴിഞ്ഞാല് സി sorry. See, you can simply, it will keep on printing dots. We will get an update. അതിനാണ് ഈ ഒരു കോൾ ബാക്ക് ആഡ് ചെയ്തിരിക്കുന്നത്, tfdocs.modeling.epoch dots എന്ന് പറയുന്ന കോൾ ബാക്ക്. നമ്മുടെ ആക്ച്വൽ കോൾ ബാക്ക് സിസ്റ്റം ഈസ് only early stopping. This is just for the
വിഷ്വൽ റെപ്രസെന്റേഷൻ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഗ്രസ് അപ്ഡേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പോക് ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു കോൾ ബാക്ക് സിസ്റ്റം കൂടെ വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഈ ചെറിയ ചെറിയ സിന്റാക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമേ. അത് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ മോഡൽ ഡോട്ട് ഫിറ്റ്, മോഡൽ ഡോട്ട് ഇവാലുവേറ്റ്, അതൊക്കെയാണ്. ഈ TF-docs ആണ് ഞാൻ പറഞ്ഞത്, ടെൻസർഫ്ലോ ഡോക്യുമെന്റ്. അതിനകത്താണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഈ വിഷ്വലൈസേഷന്റെ കാര്യം, ഇതൊക്കെ കണ്ടോ, ഈ ഡാറ്റ എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TF-docs യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഇത് എന്താന്നുള്ളത് ഒരു ഒപ്റ്റിമൈസർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ് ഒപ്റ്റിമൈസർ എന്നുള്ളത് വി വിൽ ചെക്ക് ഇറ്റ്. ഓക്കെ, സോ ഏത് വന്നാലും നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ടേക്ക് ദ ഹെൽപ്പ്. സോ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ. അതിനകത്ത് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്താ, ഈവൻ ദോ ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ഇന്റർനെറ്റ് കണക്ഷൻ യു ക്യാൻ ഡു ദ ടെസ്റ്റ് സെർച്ച്. ഇപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യണമെങ്കിൽ യു നീഡ് ഇന്റർനെറ്റ്. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾറെഡി ഇൻ ദ എൻവയോൺമെന്റ്, സോ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദ ഹെൽപ്പ് ആൻഡ് ഗെറ്റ് ദ റിസൾട്ട്. ഇതില് ഡാറ്റയൊക്കെ വെൽ പ്രോസസ്ഡ് ആയിട്ടാണല്ലോ ഓൾറെഡി ഉണ്ടാവുക അതില്. ഏതിലാണ്? കെരാസിന്റെ ഇതിൽ വരുമ്പോ അല്ല, ഇത് ശരിക്കും കെരാസിന്റെ ഡാറ്റ അല്ല. വി ആർ എക്സ്റ്റേണലി ഡൗൺലോഡിംഗ് ദിസ് ഡാറ്റ. അപ്പം ഇത് പക്ഷേ ബൈ ഡിഫോൾട്ട് ഇത് നല്ല ഡാറ്റ ആയിരുന്നു. പക്ഷേ യു ക്യാൻ എക്സ്പെക്ട് ഇഷ്യൂസ് വിത്ത് ദ ഡാറ്റ. ഇപ്പം പിന്നെ ആസ് യു സെഡ് കെരാസിന്റെ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് മോർ ഓഫ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവര് സ്കെയിലിംഗ് ചെയ്തിരിക്കണാണോന്ന് അറിയില്ല. ഏതാണ് വാല്യൂസ് നോക്കുമ്പോഴേ MBG? നമ്മുടെ ക്രിസ്റ്റി വെച്ചിരിക്കുന്നതിനെ വെച്ച് പറയാം. ഡിസ്പ്ലേസ്മെന്റ് 140 ആണ് കാണിച്ചിരിക്കുന്നത്. അതെ. ക്യൂബിക് കപ്പാസിറ്റി 140 cc 4 സിലിണ്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലി അല്ല, ഇത് CC ആണോ? ഡിസ്പ്ലേസ്മെന്റ് യൂഷ്വലി CC-ലാ പറയാറ്. CC-ലാണ്, പക്ഷേ എനി ടേംസ് ഓഫ് വോളിയം ക്യാൻ ബി. അതല്ല, ഇപ്പൊ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് മേക്ക് സെൻസ്. ബട്ട് നോക്കാം, നമുക്ക് വേണ്ട ഓട്ടോ MBG ഡാറ്റ ഡിസ്ക്രിപ്ഷൻ. അല്ല, ഈ ഡിസ്ക്രിപ്ഷൻ പോരാ. അല്ല, ഇനിയിപ്പോ ഇത് കുക്കപ്പ് ഡാറ്റ ആണോന്നും അറിയില്ല കേട്ടോ. എന്റെ ഒരു ക്രെഡിബിലിറ്റി ആയിരുന്നോ. സെറ്റ് ഇല്ല, അതിലും ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ ആ ഇൻഫർമേഷൻ. ഇതാണ് ആ ഡേറ്റ സെറ്റ്. ഡിസ്പ്ലേസ്മെന്റ് കണ്ടിന്യൂസ് അത്രയേ. ഇനിയിപ്പോ ക്യാരിൽ എന്തെങ്കിലും ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ. I think ഇല്ല. സോഴ്സ് റിലവന്റ് ഇൻഫർമേഷൻ ഇല്ല, ഇതിലില്ല. ഡിസ്പ്ലേസ്മെന്റ് ക്യൂബിക് കപ്പാസിറ്റി ആണ് യൂഷ്വലി. ക്യൂബിക് കപ്പാസിറ്റി ആണ്, CC ആണ് വരാറ്. അല്ല, പക്ഷെ വേറെ ഉണ്ട്. CC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ലിറ്റർ. അപ്പൊ ഇവിടെ ഗാലൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ. അത് പറഞ്ഞേക്കുന്നത് 1000 cc എന്ന് പറയുന്നതിന് നമ്മൾ 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയാറ്. അതെ അതെ, മൈൽസ് പെർ ഗാലനും അതും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അല്ല, അപ്പൊ ഞാനിപ്പോ അതിനെ നമ്മള് CCക്ക് പകരം അവര് വേറെ എന്തെങ്കിലും ഇപ്പൊ അല്ല, ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ലോജിക്കൽ അല്ല. 10 കൊണ്ട് എന്ത് ഒരു അതൊരു ചില സ്ഥലങ്ങളിൽ കാണുമ്പോ ഒരു സുഖമില്ല, അതുകൊണ്ട് പറഞ്ഞു. അല്ല, സംഭവം മനസ്സിലായി. എല്ലായിടത്തും ആ ഇഷ്യൂ ഉണ്ട്. കാരണം ഇപ്പം 1400 ഈസ് സിംപ്ലി ലോജിക്കൽ അല്ലെ. അതാണ് 1.4 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ ലോജിക്കൽ ആയിരുന്നു. പക്ഷെ ഈ 140 ബാക്കിയെല്ലാം ഓക്കെയാണ്. ഹോഴ്സ് പവർ ഓക്കെയാണ്, വെയിറ്റ് ഓക്കെയാണ്, സിലിണ്ടർ ഓക്കെയാണ്, MBGയും ഓക്കെ. MBG ഓക്കെയാണോ? മൈൽസ് പെർ ഗാലൻ ആണല്ലോ അല്ലേ? ഇറ്റ്സ് ഓക്കെ. മൈൽസ് ആയതുകൊണ്ട് ഒരു കോളം കൂടി വെച്ച് കഴിഞ്ഞാലാണ് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. നോക്കട്ടെ, ഏതോ ഒരു ചെയ്ത് നോക്കിട്ട് ഞാൻ പറയാം. ഊഹത്തിന്റെ മേലെ പറയുന്നത് ശരിയാവില്ല.
engine displacement units എന്താ നോക്കാം. മെഷീൻ ലേണിംഗിൽ ഇങ്ങനത്തെ ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് അവസാനം ലാസ്റ്റ് എത്തുമ്പോൾ ചില പോയിന്റ്സിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട് ഡാറ്റയിൽ തന്നെ. അല്ല അത് സംഭവിക്കാം. ഇതൊക്കെ മോർ ഓഫ് ഇക്വേഷൻസിലേക്കാണ് പോകുന്നത്. പക്ഷെ വോളിയത്തിന്റെ ഏത് ഇക്വേഷൻ വേണമെങ്കിലും ഡിസ്പ്ലേസ്മെന്റിന് യൂസ് ചെയ്യാം കേട്ടോ ശരിക്കും, ഐഡിയലി സ്പീക്കിംഗ്. കാരണം എന്താണ്, ഇറ്റ്സ് ജസ്റ്റ് എ വോളിയം. നമ്മള് ഇപ്പൊ എടുത്തോ, അല്ല അത് സി സിയിൽ എഴുതിയേക്കുന്നത്. ഫ്യൂൽ മൈലേജ്, ഹോഴ്സ് പവർ പറഞ്ഞിട്ടുണ്ട്. അതില് രണ്ട് ഇതേ ഉള്ളൂ. ഫസ്റ്റത്തെ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇയർ ഒക്കെ പറയുന്നത് വളരെ പണ്ടത്തെയാണ്, 80 to 81 ഒക്കെയാണ്. അന്നൊക്കെ 1000 cc താഴെയുള്ള എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്. പിന്നെ 1000 cc താഴെയുള്ളത് ഇതുവരെ 4 cylinder കണ്ടിട്ടില്ല, ഉണ്ടോന്ന് അറിയില്ല. അല്ല അത് ശരിയാണ്, ലോജിക്കലി സ്പീക്കിംഗ്. ഞാനും അങ്ങനെ നോക്കി. ഇതിലകത്ത് 2 യൂണിറ്റ്സ് സി സിയും ലിറ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേറെ എൻജിൻ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ്സ് അതർ ദാൻ അത് ലിറ്ററും സി സി മാത്രമാണ്. അല്ല നമ്മൾ കണ്ടപ്പോ പറഞ്ഞോളൂ സാർ. അല്ലല്ല മനസ്സിലായി. പക്ഷെ സീംസ് എന്താണ് ഒരു അല്ല, പക്ഷെ മോഡൽ റൺ ചെയ്ത് വരുമ്പോ അതിന്റെ അതൊരു ഫാക്ടർ ആണല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അതെ അതെ അതെ. ഈ വണ്ടികളോട് എനിക്കും താല്പര്യമുണ്ട്, കേട്ടപ്പോ ഒരു ക്യൂരിയോസിറ്റി എന്ന് അറിയാൻ. We'll check it later. ഇപ്പൊ എങ്ങനെ ക്ലോസ് ചെയ്യണേ? നമ്മൾ ഇഞ്ചിലാണ് ഗാലൻ പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണെങ്കിൽ ചിലപ്പം US സ്റ്റാൻഡേർഡ് നോർമലി ലിറ്ററിലാണ് കണ്ടിട്ടുള്ളത്, അവർ സി സി പറയാറില്ല. പക്ഷെ ഇവിടെ ലിറ്റർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 ഇഞ്ചാണെങ്കിൽ മേ ബി നമ്മള് 140 into 10 എടുത്ത് കഴിഞ്ഞാൽ 1400. 148K 140
by 2.5 into 4, 224,400 by 224. Say ഒരു 6.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചിലപ്പം കിട്ടുമായിരിക്കും. എന്നാലും അത്ര കറക്റ്റ് അല്ലേ? 606 cc ഒക്കെ വരുമോ? വൺ അല്ല കൺട്രി ഓഫ് ഒറിജിൻ കാണിച്ചിരിക്കുന്നത്. 1 is for US. അല്ലേ? No chance. എവിടെയത്? No chance. 1 US. അതെ, ചാൻസ് വളരെ കുറവാണ്. നോക്കാം, ലെറ്റ്സ് ഫൈൻ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മളെ മോഡലിങ്ങിനെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ ആക്ച്വൽ റിസൾട്ടിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് വിൽ സീ ദാറ്റ്. Okay, so ignore that part. ഇപ്പം ഇത് സൗണ്ട് അതിനെ പറ്റി, ആ വാല്യൂനെ പറ്റി, because whatever be the value that we are having, that will be reflected in the model. So ആക്ച്വൽ വാല്യൂ ആയിട്ട് ഇൻറിലേറ്റഡ് ആണെങ്കിൽ അത് നമ്മുടെ റിസൾട്ടിനെയും ബാധിക്കും. പക്ഷെ ഫോർ ദ ടൈം ബീങ് അതിനെ പറ്റി ബോധർ ചെയ്യണ്ട. സോ യു ആർ ഏബിൾ ടു കംപ്ലീറ്റ് ദാറ്റ്. ഓക്കെ.
റിഗ്രഷന് വേണ്ടി പൊതുവെ ആർക്കിടെക്ചർ കുറവാണ് ജോബി. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ CNN അവസാനത്തെ സോഫ്റ്റ് മാക്സ് മാറ്റിയിട്ട് വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ റിഗ്രഷൻ ആക്ടിവിറ്റീസ്. അങ്ങനെ നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്. പിന്നെ പൊതുവെ ഡീപ് ലേണിംഗിലെ റിഗ്രഷൻ മോഡൽസ് ആർ വെരി ലെസ്. കൂടുതലും ഈ എന്താണ്, കാരണം നമ്മൾ പ്രധാനമായിട്ടും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ വാട്ട് ടു സേ ഇമേജ് ഓർ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ ഡീപ് ലേണിംഗിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അവിടെ ഒരു റിഗ്രഷൻ സ്കോപ്പ് ഈസ് വെരി ലെസ്. പക്ഷേ സ്റ്റിൽ വി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് ആ സോഫ്റ്റ് മാക്സ് മൊഡ്യൂൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൺവല്യൂഷൻസ് എടുത്തിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ റിഗ്രഷൻ. അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഈസ് ദിസ് കംപ്ലീറ്റഡ്? ഈ ഒരു മോഡൽ data for സോ നമുക്ക് ആ ഡേറ്റ ലോഡ് ചെയ്യുന്നത് കൂടെ ഒന്ന് ഞാൻ കാണിക്കാം. ബട്ട് വി ഹാവ് ടു ഡു സംതിങ്. ബട്ട് യു ഹാവ് ടു ഡു ദ പ്രീ പ്രോസസിങ് ആൻഡ് ഓൾ ദ സ്റ്റഫ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ഇതിനകത്ത് ഒരുപാട് മിസ്സിംഗ് ഉണ്ടല്ലോ. സോ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ ലോഡ് ചെയ്ത് നോക്കാം. സോ ഐ വിൽ ഷോ യു ഹൗ ടു കണക്ട്. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓപ്പൺ നോട്ട്ബുക്ക്. സോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാപ്പോഴേക്ക് ഞാൻ ആ മറ്റേതൊന്ന് കാണിക്കാം നിങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ ഡ്രൈവിൽ നിന്ന് എങ്ങനെയാണ് ഡേറ്റ ലോഡ് ചെയ്യുന്നത്. നമുക്കൊരു സെന്റിമെന്റ് അനാലിസിസ് വേണമെങ്കിൽ ചെയ്യാം യൂസിങ് ക്ലാസിഫിക്കേഷൻ. ഞാൻ ഇവിടെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യാണ്. ആൻഡ് ഇതാണ്, ഇങ്ങനെയാണ് ദിസ് ഇസ് ഹൗ ഐ ആം കണക്ടിങ് ദ ഡേറ്റ. സോ ഫ്രം google.colab import drive എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവ് മൗണ്ട് ചെയ്യാനൊരു ഓപ്ഷൻ കിട്ടും. അതിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് എ കീ ഫ്രം മൈ മെയിൽ ഐ ഡി. ഇപ്പം ഇതിലിപ്പോൾ പല ലോഗിൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ലോഗിൻ കൊടുക്കണം. ഏത് ഡ്രൈവാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ലോഗിൻ കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് എ കീ ഹിയർ. ഈ കീ അവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. So it's an authorization code. So once that is done, the authorization is done, which means എൻ്റെ ഡ്രൈവ് ഇവിടെ മൗണ്ട് ആയി. ഇനിയിപ്പോൾ എനിക്ക് എന്താ അവിടുന്ന് എനിക്ക് റീഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഡേറ്റ. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ എക്സ്പാൻഡ് ചെയ്യും. അയ്യോ സോറി, അതല്ല. സോ ഇവിടെ ഈ തേർഡ് ഓപ്ഷൻ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദ
ഡ്രൈവ് ഹിയർ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ സാമ്പിൾ ഡേറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ മൗണ്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഡ്രൈവ് കിട്ടുന്നത്. ഡ്രൈവിനകത്ത് മൈ ഡ്രൈവിനകത്ത് എൻ്റെ എല്ലാ ഫോൾഡേഴ്സും ഇവിടെ കാണാം. അപ്പൊ ഞാനിവിടെ മൈ ഡ്രൈവിനകത്ത് ഐ ഹാവ് എ CSV called tweets. ഇവിടെ അത് പോയോ? ഇവിടെ ഉണ്ട് tweets.csv. ഞാൻ ആ tweets.csv ആണ് ഇവിടെ ലോഡ് ചെയ്യുന്നത്. സോ എന്റെ ഡാറ്റ ലോഡ് ചെയ്തു. ഇനിയിപ്പോ എന്താ? ഇനി എവറിത്തിങ് റിമെയിൻസ് സെയിം. മേ ബി ഇതിൽ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എയർലൈൻ സെന്റിമെന്റ് കോൺഫറൻസ്. മേ ബി ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല, ഇത് പക്ഷെ ഒരു മോർ ഓഫ് എ സെന്റിമെന്റ് അനാലിസിസ് ആണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വേറൊരു പാക്കേജ് ഫാസ്റ്റ് എയുടെ ഒരു പാക്കേജ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. മേ ബി എന്താണ്, യു ക്യാൻ ട്രൈ വിത്ത് സംതിങ് എൽസ്. ഈ ഒരു ഡാറ്റയ്ക്ക് പകരം സിമിലർലി യു ക്യാൻ അപ്ലോഡ് എനി ഡാറ്റ. അപ്പൊ ഇവിടെ പാത്ത് കൊടുത്താൽ മതി, കണ്ടന്റ് ഡ്രൈവ് മൈ ഡ്രൈവ് tweets.csv. So if you wanted to add some data, you can simply do this. Maybe എൻ്റെ ഡ്രൈവിലേക്ക് ഞാൻ ഒരു ഡാറ്റ ആഡ് ചെയ്യാം. നമുക്ക് മേ ബി നമ്മൾ നമ്മൾ മെഷീൻ ലേണിംഗിൽ ചെയ്ത ഏതെങ്കിലും ഒരു ഡാറ്റ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഫോർ ഡീപ്പ് ലേണിംഗ്. സജഷൻ ലീനിയർ മോഡൽസ് നമ്മൾ യൂസ് ചെയ്ത മേ ബി വൈൻ ക്വാളിറ്റി ക്യാൻ ബി എ സിമ്പിൾ യൂസ് കേസ്. വളരെ ചെറിയ ഡാറ്റയാണ്. ഞാൻ വൈൻ ക്വാളിറ്റി ഡാറ്റ ബുക്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ new file upload. So I am just uploading my data. Okay, so I can see it here. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈ ഡ്രൈവിനകത്തുണ്ട് കൊളാബ് നോട്ട്ബുക്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. ആൻഡ് ഐ ഹാവ് ദാറ്റ്, എന്തായിരുന്നു എൻ്റെ പേര്, വൈൻ ക്വാളിറ്റി. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ദ കോപ്പി പാത്ത്. കോപ്പി പാത്ത് കിട്ടുന്നു. ഞാൻ ഇവിടെ അത് കോപ്പി ചെയ്യുന്നു. അപ്പൊ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ്, നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റർ കൊടുക്കണമായിരുന്നു. എൻ്റെ സെപ്പറേറ്റർ ഇസ് നോട്ട്. എൻ്റെ സെപ്പറേറ്റർ ഇവിടെ ആക്ച്വലി എന്തായിരുന്നു, സെമിക്കോളൻ ആണ് എൻ്റെ സെപ്പറേറ്റർ. റൈറ്റ് നൗ ഐ ഹാവ് റെഡ് ദിസ്. ഇനി എന്താ, ഇനി യു ക്യാൻ ഡു ദ ക്ലാസിഫിക്കേഷൻ. മേ ബി ഇവിടെ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. വൈൻ ക്വാളിറ്റി. സോ ഇത് നിങ്ങൾക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി എന്താണ്, നമ്മുടെ റിഗ്രഷൻ മോഡൽ അല്ല, ഇവിടെ നമുക്ക് ബാക്കിയൊന്നുമില്ല. ഓൾമോസ്റ്റ് എവറിത്തിങ് ഇസ് ഫൈൻ. എല്ലാം സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് നമുക്ക് നേരെ വി ക്യാൻ ക്രിയേറ്റ് ദ മോഡൽ. അല്ല, നമുക്ക് ആദ്യം ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ ട്രെയിൻ ടെസ്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവിടെ ഡാറ്റ സെറ്റ് അല്ല, ഇറ്റ്സ് DF. So I'm splitting the data. And ഇവിടെ എന്താണ്, I'm setting that's not important. Train label set ചെയ്യണം. I have to set the train label. Train label will be quality. So train label set ചെയ്തു. And maybe I can normalize also. അതും കൂടെ ചെയ്തേക്കാം. So ഇവിടെ നമ്മൾ നോർമലൈസ് ചെയ്യുന്നു. Later I am creating the model. What is this stain stats? നമ്മളിവിടെ ട്രെയിൻ സ്റ്റാറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ.
What is this? ഓ ഞാനത് ലേബൽ ചെയ്തല്ലോ ഓൾറെഡി അല്ലേ. ഇവിടെ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മേ ബി യു ക്യാൻ dense 1 അല്ല, we have 10 classes, that should be 10 and അതിന്റെ കൂടെ അപ്പൊ എന്താ that should be this should be നമുക്ക് റിഗ്രഷൻ ക്ലാസിഫിക്കേഷൻ ഏത് വേണമെങ്കിലും ചെയ്യാം അതിനകത്ത്. മേ ബി നമുക്ക് റിഗ്രഷൻ തന്നെ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടോ നോക്കാം. and if it is not working well we will do regression model അല്ല classification model. So I'm creating the model, so model and I am creating okay. അപ്പം I just wanted to upload install notepad package നമ്മൾ ചെയ്തിട്ടില്ല. So going down here I'm rerunning. Model is not defined. Sorry, ഇവിടെയാണല്ലോ അടിച്ചല്ലേ. TF docs ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, പ്രോബ്ലം എന്താണെന്നറിയോ, TF docs ഞാനിവിടെ ഇത് വേറെ ഇൻസ്റ്റാൾ അല്ലേ, വേറെ എൻവയോൺമെന്റ് ആയതുകൊണ്ട് എന്താ I need to install this. ഇതിപ്പോ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഇൻസ്റ്റൻസിലും ഇത് ചെയ്യേണ്ടതാണ്. So this is for a one time use. നമ്മൾ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ that is no more useful. So that is successfully done. So we can import this right now. Yes, that is also success. So I can run the model. So once the model is done, I can check other check ചെയ്യേണ്ട ആവശ്യമില്ല. It's going. We need all the depots. And we are checking the value. ബാക്കി നമുക്ക് എയർലി സ്റ്റോപ്പിംഗ് വേണമെങ്കിൽ you can add. Okay, ഇതിപ്പോ കുറച്ചുകൂടെ സമയം എടുക്കുന്നുണ്ട്. Some only bit more complicated. ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും. 1 2 3 11 ഫീച്ചർ ഉണ്ട്. പിന്നെ നമ്പർ ഓഫ് റോസും ചിലപ്പോൾ കൂടുതലായിരിക്കാം. So that is much more time. So this is an option. എന്താണ് ഇമേജ് എങ്ങനെയാണ് ഡാറ്റ ലോഡ് ചെയ്യുന്നത്, ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇമേജ് ഡാറ്റ അത് നമുക്ക് ഇതുപോലെ തന്നെ ലോഡ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല.
ഇവിടെ ഉണ്ട് വി ഹാവ് ദ ഇഷ്യൂ. അല്ല, ഇവിടെ 0 to ഒരു 4. So here also we have that എന്താണ് overfitting issue ഉണ്ട്. So I just wanted to give early stopping and I'm running it back. So it's done. It's done within 26 iteration. So അതിനാണ് നമ്മൾ 1000 വരെ വെറുതെ പോയത്. So see, നമ്മൾ ഈ early stopping ഒരു സിഗ്നിഫിക്കൻസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ whenever you are doing ഇതിനെ എന്താ പറയുന്നത്, ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെന്റിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഐറ്ററേഷൻ തന്നെ ഒരു 1 hour എടുക്കുമായിരിക്കും. അപ്പൊ ആ സിറ്റുവേഷൻസിൽ ഇഫ് യു ആർ യൂസിങ് ദിസ് ലൈക്ക് ദിസ്, എന്താണ് ദിസ് ക്യാൻ ബി ടൈം സേവിംഗ് ആയിരിക്കും, ഭയങ്കര ടൈം സേവിംഗ് ആയിരിക്കും. കാരണം നമുക്കറിയില്ലല്ലോ എവിടെയാണ് സംഭവിക്കുക എന്നുള്ളത്. സോ അവിടെ തന്നെ നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, ഇവിടെ 50 വരെ ഒന്നും ഇല്ലല്ലോ വാല്യൂ. ലെറ്റ്സ് മാക്സിമം 10. So this would be 1 to 10. So it's more of a classification data അല്ലേ. നമുക്ക് ആ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ ഇതിലൊന്ന് ക്ലാസിഫിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ? ഞാനിത് ഷെയർ ചെയ്യാം. ഓർ യു ക്യാൻ ഡയറക്ട്ലി യൂസ് ഇറ്റ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, ഇതിൽ നിന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. Okay. Yes, this is good. ഓക്കെ, ഇത് ഒരു സംഭവമാണ്. അതായത് നമുക്ക് ലൈവായിട്ട് എങ്ങനെയാണ് മോഡലിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റിയൊരു ഇതാണ്. എങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ എപ്പോക്ക് റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് ഓരോ ന്യൂറോൺസ്. ഇപ്പൊ നമുക്കിത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊരു ടെൻസർ ഫ്ലോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. സോ ഹിയർ വി ഹാവ് ദിസ് ആർ ദ ഇൻപുട്ട്, ദീസ് ആർ ദ ഹിഡൻ ലെയർ. ഇവിടെ നമുക്ക് ഒരു ഹിഡൻ ലെയറേ ഉള്ളൂ, സോറി 2 ഹിഡൻ ലെയർ ഉണ്ട്. ഇവിടെ ആദ്യത്തെ ഹിഡൻ ലെയർ 4 ന്യൂറോൺ, രണ്ടാമത്തെ ഹിഡൻ ലെയർ 2 ന്യൂറോൺ, ആൻഡ് ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. സോ ഇവിടെ യു ക്യാൻ ഡു എവറിത്തിങ്, ലേണിംഗ് റേറ്റ്, ടാനച്ച്. സോ ദിസ് എ ഹൈപ്പോത്തറ്റിക്കൽ തിങ്. ഓക്കെ, ഇവിടെ നമ്മൾ x1, x2, x3 പല വാല്യൂസ് ആണ് കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അതിന്റെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ഓവറോൾ ഐഡിയ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബാച്ച് സൈസ് കൂട്ടാം, എപ്പോക്സ് കൂട്ടാം. എപ്പോക്സ് ഇല്ലേ, എപ്പോക്സിന്റെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോക്സ് ഇവിടെയാണ് കാണിക്കുന്നത്. പ്രോബ്ലം ടൈപ്പ് മാറ്റാം, റിഗ്രഷൻ ആക്കാം. റെഗുലറൈസേഷൻ ഉണ്ടോ, അതായത് നമ്മുടെ റെഗുലറൈസേഷൻ ഉണ്ടോ, ഏത് റെഗുലറൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, L1, L2. ഇവിടെ ആക്ടിവേഷൻ ഫംഗ്ഷനിൽ യു ക്യാൻ ഗീവ് ഇത്രേ ഉള്ളൂ. പക്ഷെ ദിസ് ഇസ് ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ആണ്. പ്രധാനപ്പെട്ടതാണ് റിലീവ്ഡ് സിഗ്മോയിഡ്. സോ ഐ എം ഗിവിംഗ് സിഗ്മോയിഡ്. അപ്പൊ അതനുസരിച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ട് വേരി ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒരു നല്ല ധാരണ കിട്ടും. ദിസ് ക്യാൻ ബി എ ഗുഡ് പ്ലാറ്റ്ഫോം ടു സീ ഹൗ തിങ്സ് ആർ വർക്കിംഗ്. റൺ ചെയ്ത് കഴിയുമ്പോൾ ഓരോ റൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ ടെസ്റ്റ് ലോസ് ഉണ്ട്, ട്രെയിൻ ലോസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്. ഇത് ആക്ച്വൽ റിസൾട്ട്സ് അല്ല കേട്ടോ, ദിസ് ഇസ് ജസ്റ്റ് എ ഹൈപ്പോത്തറ്റിക്കൽ റിസൾട്ട്. Yeah, link, I will share the link. So ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട് അത് ലിങ്ക്. സാർ, ഈ വൈൻ ക്വാളിറ്റിക്ക് നമ്മൾ ലോസ് മീൻ സ്ക്വയർ ഇടാൻ പറ്റില്ലല്ലോ, ക്ലാസിഫിക്കേഷൻ അല്ലേ? അല്ല, പക്ഷെ നമ്മൾ ഇവിടെ റിഗ്രഷൻ മോഡലാണ് ചെയ്തത്. കാരണം എന്റെ ഡെൻസ് മോഡലിൽ ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ വാല്യൂ ഏതോ അത് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇതിനെ ശരിക്കും ഒരു സോഫ്റ്റ് മാക്സ് കൂടെ അപ്ലൈ ചെയ്ത് ക്ലാസിഫിക്കേഷൻ ആക്കുമ്പോൾ മാത്രമേ ശരിക്കും MSE മാറ്റേണ്ട ആവശ്യമുള്ളൂ. അക്യുറസി ആക്കണം. ഇതിൽ അക്യുറസി എടുക്കുന്നതിനകത്ത് വലിയ മീനിങ് ഇല്ല. ഏതാ, നമ്മൾ ഡെൻസ് ലെയറിൽ ഒറ്റ ഔട്ട്പുട്ട് ലെയർ വെച്ചിട്ട് ഒറ്റ ന്യൂറോൺ ഔട്ട്പുട്ട് വെച്ചിട്ട് അക്യുറസി എടുക്കുന്നതിനകത്ത് ഒരു മീനിങ് ഇല്ല. You should convert it into a
എന്താണ് ക്ലാസിഫിക്കേഷൻ മോഡൽ. അതായത് ഇവിടെ നമുക്ക് ടെൻസിൽ ഇവിടെ എനിക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ I have only one output. So ഇവിടെ this should be 10 and you have to add a softmax. Here you have to add a softmax level. I think അത് നമ്മൾ ഇന്നലെ ആഡ് ചെയ്തിരുന്നു അല്ലേ? ക്ലാസിഫിക്കേഷൻ മോഡലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓ ഷിറ്റ്, സോറി, ഞാനത് ഇത് വൈൻ ക്വാളിറ്റിയിലേക്കാണുള്ളത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കിവിടെ ആ ഒരു സോഫ്റ്റ് മാക്സും കൂടെ ആഡ് ചെയ്യാം. ഡെൻസ് maybe നമുക്ക് we can change the metrics into ലോസ് നമ്മൾ എടുത്തേക്കുന്നത് ഇതിലേക്ക് പോകണം. ആൻഡ് ഒപ്റ്റിമൈസർ നമുക്ക് ഏതെങ്കിലും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളതെല്ലാം യൂസ് ചെയ്യാം. പിന്നെ 1000 പോയല്ലേ, സ്റ്റോപ്പ് ചെയ്യാതെ. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഇന്ന് 9:30 ക്ലാസ്സില്ലേ നിങ്ങൾക്ക്? ഹലോ, ഉണ്ടല്ലേ? ഓക്കെ, സോ ഇറ്റ്സ് ഓൾറെഡി 9:30. എങ്ങനെയാണ് നമുക്ക് വിൽ സ്റ്റോപ്പ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ accuracy and ഇവിടെ മെയിൽ ഇവിടെ start. This is accuracy. So ഇവിടെ നോക്കിയാൽ this training error violation is less. നമുക്ക് I will continue this in the next class. Okay. So നമുക്കത് സോഫ്റ്റ് മാർക്സിലേക്ക് മാറ്റാം. മേ ബി യു ക്യാൻ ഓൾസോ ട്രൈ ദാറ്റ്. സോഫ്റ്റ് മാർക്സിലേക്ക് മാറ്റിയിട്ട് ബാക്കി ഇവാലുവേഷൻ മെട്രിക്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ക്ലാസിഫിക്കേഷൻ, അത് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സോ നോക്കുക. അപ്പൊ നാളെ കൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ബേസിക് മോഡലിംഗ്, പിന്നെ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ CNN models. Sorry, it's 9:31 right now. Let's conclude. Thank you.